നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. പ്രശ്നമായ ദൈവമേശ്വര പിതാവേ, നിന്റെ സന്നിധിയിലായിരിക്കും വന്നപ്പോഴേക്കായിട്ട് എന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കി. കർത്താവേ, നിന്റെ സന്നിധി നിൽക്കുമ്പോൾ കർത്താവേ നീ തന്നെ സംസാരിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഞാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായി 23 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കണം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ളതേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. മതി നിങ്ങൾ ചിന്തിച്ചിരിക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരു വാക്യം വായിക്കാൻ കാരണം? 2-3 ദിവസം മുമ്പായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു വാക്യമാണിത്. കാരണം ഇത് വായിച്ച കാരണം നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെയധികം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയായിട്ട് തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും എങ്ങനെ നടക്കണമെന്നും എല്ലാം വളരെ അധികം ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ദൈവം നമ്മളോട് സംസാരിച്ചു ധാരാളമായിട്ട്. കഴിഞ്ഞ ആഴ്ച ഇട ദിവസങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടുകൂടി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ശരിക്കും ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? കാരണം ആദ്യത്തേതിനകത്ത് എഴുതിയേക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ ധാരാളമായിട്ട് കൊടുക്കുന്നു, ധാരാളമായിട്ട് അവരുടെ കൈ കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നു. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. പക്ഷേ അതിനകത്ത് താഴെ ഇരിക്കുന്നത് കരുണ, വിശ്വസ്തത ഇങ്ങനെയുള്ള ന്യായപ്രമാണത്തിൻ്റെ ഘനമായ കാര്യങ്ങളെല്ലാം അവർ തിരിച്ചു കളയുന്നവരാണ്. പിന്നെ അതിനകത്തോട്ട് മേളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. നമ്മളിത് ഒത്തിരി പ്രാവശ്യം പല സ്ഥലങ്ങളിലൊക്കെയും നമ്മൾ ഈ വാക്യങ്ങൾ കേൾക്കുകയും പല എക്സാമ്പിൾ പലരും പ്രസംഗിക്കുമ്പോഴൊക്കെ കേൾക്കുന്ന കാര്യമാണ്. അതിനകത്ത് പിന്നെ ഒന്നുകൂടെ എഴുതിയിരിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തെ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികണ്ഡങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. അപ്പം ഞാനിത് ഓരോന്നിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തോട് 2-3 ദിവസം മുമ്പ് ചില കാര്യങ്ങളുള്ള ബന്ധത്തിൽ എന്നോട് ദൈവം ഇടപെട്ടതാണ്. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പം ശരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇത് ആ ഒരു പ്രവൃത്തി അതിൻ്റെ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം ഈ കാര്യങ്ങൾ നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പം ഈ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുമ്പം നമ്മുടെ ആ ഹൃദയത്തിനുള്ളതായ മാലിന്യങ്ങൾ അത് എത്രമാത്രം കഴുകി പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം. കാരണം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളോടൊരു കാര്യം ആരെങ്കിലും വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അതിനെ എത്ര വിശ്വസ്തയോടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുമ്പം, എന്നോട് ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പം, അത് ചില കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ചോദ്യം ഒരാളിങ്ങനെ ചോദിക്കുമ്പം നമ്മൾ അവിടെ യെസ് ഓർ നോ പറയുന്നതിന് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലുള്ളത് അങ്ങ് പറയും. അതിനുശേഷം നമ്മൾ നോക്കുമ്പം ശരിക്കും അത് പറഞ്ഞ കാര്യം തെറ്റാണ്, അത് നുണയാണ്, വ്യാജമാണ്. പക്ഷേ അപ്പം ഞാൻ കണ്ട ഒരു കാര്യം, ഈ വ്യാജം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ ഹൃദയത്തിനകത്ത് എന്തായി നടന്നിട്ടില്ല, മാനസാന്തരം നടക്കുന്നില്ല. ഈ വചനമൊക്കെ കേൾക്കുമ്പോഴും പുറമേ ഇതെല്ലാം ഒഴിച്ച് ഇങ്ങനെ വളരെ കാര്യമായിട്ട് നമ്മൾ അങ്ങ് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനമൊക്കെ അറിയാം, നമുക്ക് എവിടെ എഴുതിയിരിക്കുന്നത് തന്നെ ആണെന്നും ആദ്യം മുതൽ അവസാനം വരെ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ വചനമൊക്കെ കേൾക്കുമ്പം
നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു കഴുകൽ നമ്മൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പം നമ്മുടെ വായിൽ നിന്ന് പറയുന്ന കാര്യം വ്യാജമായി പോകുന്നത്. സത്യമായ കാര്യം നമുക്ക് അത് സത്യസന്ധതയോടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മൾ ഈ ഒരു പരീക്ഷ മനോഭാവം, കാരണം നമ്മൾ ധാരാളമായിട്ട് വചനം കേട്ട് നമ്മൾ ആ ഒരു പരീക്ഷ മനോഭാവത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ധാരാളമായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നല്ല രസമാണ്, ശരിയാണ്, ഈ പറയുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ തന്നെ വേണം. നമ്മൾ അവിടുന്നോട് പറയുന്ന പോലെ എല്ലാവരും ഏറ്റു പറയുന്ന പോലെ തന്നെ മുമ്പിൽ പോകുന്നവൻ ഏറ്റു പറയുന്നു, പുറകിലുള്ളവരെല്ലാം അതേ തന്നെ ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ വരുന്നു, അത് ഏറ്റു പറയുന്നു, ഇങ്ങനെ ആയിരിക്കണം സഹോദരാ, ഞാനും ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. സഹോദരന്മാരെ, നമ്മൾ ഈ കാര്യത്തിൽ വളരെ സീരിയസ് ഉള്ളവരായിരിക്കണം. കാരണം ഇത് കേട്ട് നമ്മളൊരു പരീക്ഷാ മനോഭാവത്തിലോട്ട് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് സഭയിൽ ആകാനുള്ള സാധ്യത ഈ നാളുകളിൽ വളരെ കൂടുതലാണ്. കാരണം ഈ വചനം ധാരാളമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. ഇതെല്ലാം പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പം ഈ വചനമെല്ലാം കൂടെ കേട്ട് മടുത്തു. ഇതിനിപ്പം ഇത് ഏതൊക്കെ ചെയ്യണ്ട, അങ്ങനെ ആ പാടെ എന്താ പറയണ്ടേ, ഇതിപ്പം ഭയങ്കര കൺഫ്യൂഷനിലാണ് അവർ. കാരണം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നടക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിയലായിട്ടൊരു മാനസാന്തരം അവരുടെ ജീവിതത്തിനകത്ത് അത് ഏറ്റെടുത്തിട്ട് നടക്കുന്നില്ല. കാരണം പറയുമ്പം നമ്മളിത് കേൾക്കുന്നു, ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അത് കുത്തുകൊള്ളുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു വിടുതൽ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്, കടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, വെള്ളദേശ ശവക്കല്ലുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അപ്പോൾ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. കാരണം എന്നോട് പല കാര്യങ്ങളും, ഞാനും ഞാനും ജോലി ചെയ്യുന്നു, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നു. പല കാര്യങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ പറയും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇത് അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്, ഇങ്ങനെയാണ്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് പിന്നെ ഇത് എന്നോട് ഇങ്ങനെ ക്രിയ ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഈ വചനമെല്ലാം കേൾക്കുന്നു, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നു എന്ന് പറയുകയും പക്ഷേ അത് റിയലായിട്ട് അത് നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ദൈവനെ കാട്ടിത്തന്നു. കാരണം ഒരു പരീക്ഷാ മനോഭാവമാണ് ഞാനും പോകുന്നത്. കാരണം മുമ്പോട്ട് പോകുന്തോറും നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു പരീക്ഷാ മനോഭാവത്തിൽ നിന്നൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം കർത്താവ് പറയുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധിയായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവ പുറമേ അഴകായി ശോഭിക്കുമെങ്കിൽ, ഇപ്പോൾ നമുക്ക് പുറമേ അഴകായിട്ട് ശോഭിക്കാൻ കഴിയും അല്ലേ, കാണുമ്പോൾ ക്രൈസ്തവനൊക്കെ പറയാൻ കഴിയും, വളരെ ആത്മാർത്ഥമായിട്ട് സഹോദരാ എന്തുകൊണ്ട് സുഖമാണോ. പക്ഷേ നമ്മുടെ റിയാലിറ്റി എന്തോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ വചനമൊക്കെ കേൾക്കുമ്പം റിയലായിട്ടൊരു മാനസാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കോപത്തെക്കുറിച്ചുള്ള കാര്യത്തിലാണെങ്കിലും, നമ്മൾ വ്യാജം പറയുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആത്മാവിൻ്റെ ഫലത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന, അന്ന് സിനിമകൾ പറഞ്ഞ പോലെ ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും എത്രമാത്രം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവനായി തീരുന്നു എന്നുള്ളത് നമുക്ക് റോമർ 8 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. റോമർ 8 മുതലുള്ള ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കാം. ജഡസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കും. മതി. ഇതും എന്നോട് ദൈവത്തിൻ്റെ വചനം, അത് എന്നോട് പരിശുദ്ധമായി സംസാരിച്ചപ്പോൾ അതിനകത്ത് മേളിൽ എഴുതിയിരിക്കുന്നുണ്ട്, ജഡസംബന്ധമുള്ളവർ ജഡത്തിനും ആത്മാവുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം തന്നെ.
അതിനുശേഷം ഇങ്ങനെ ഇരിക്കുന്നു, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാവുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മാസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ അവനുള്ളവനല്ല. ശരിക്കും നമ്മൾ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം, അതായത് ആ ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് അതിനെപ്പറ്റിയും അഭിഷേകത്തെപ്പറ്റിയും പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടതിനെ പറ്റിയും പരിശുദ്ധാത്മാവിൻ്റെ നീടോടുകൂടി നടക്കേണ്ടതിനെ പറ്റി എല്ലാം നമ്മൾ കേൾക്കുന്നു. പക്ഷേ ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ശരിയായിട്ട് വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളിത് പറയുമ്പോഴും നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണോ നമ്മൾ നടക്കുന്നത്, അതോ നമ്മുടെ ആ ജഡത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുകയും ചില കാര്യങ്ങൾ നല്ലതല്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അത് നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മൾ ശീലിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വചനമില്ലെങ്കിലും നമ്മൾ ഈ വചനമൊന്നുമില്ലെന്ന് വെച്ചു, അങ്ങനെ ഈ വചനമൊന്നുമില്ലാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനും അറിയാം കള്ളം പറയരുതെന്നും തെറ്റ് ചെയ്യരുതെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലോകപരമായിട്ട് നമ്മുടെ പഠിച്ചു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, നമ്മൾ ഈ വചനം മാറ്റി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കാൻ പറ്റും. കള്ളം പറയരുത്, അന്യൻ്റെ സാധനം എടുക്കരുത്. അത് നോർമലി അവിശ്വാസികളായ പലരും ചെയ്യുന്നതാണ്. അവർക്കൊരു ധർമ്മമുണ്ട്, ഒരു നീതിബോധമുണ്ട്. അപ്പോൾ ആ നീതിബോധത്തിൽ അവർ ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ സാധനം ഇതിനെ നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ കാര്യത്തിന് കള്ളം പറയേണ്ടത്, അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുക, അങ്ങനെ അനേക കാര്യങ്ങൾ. അതേസമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അതിന് പാപമാണെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവന് നീതിയും ബോധവും പരിശുദ്ധാത്മാവിനാൽ അവന് ലഭിക്കപ്പെടുന്നു. കാരണം അവൻ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, അവൻ കർത്താവിലേക്ക് അടുക്കുന്നു. അതിനുശേഷം അവൻ ആ പരിശുദ്ധാത്മാവിൽ ആണ് പിന്നെ അവൻ മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാം, മുമ്പ് വചനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് കർത്താവിലേക്ക് അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ട് കർത്താവിൽ എൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നവരെ ഏവരും, ആ ദൈവത്തിൻ്റെ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥമായിട്ടും കർത്തൃത്വം നടത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളിത് പറയുമ്പോഴും നമ്മൾ ഈ ഒരു ആത്മാവിൻ്റെ നടത്തിപ്പിലാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. പരിശുദ്ധാത്മാവ്, അതായത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അപ്പോൾ അതിന് താഴെ ഇരിക്കുന്നു, ആത്മാവ് സ്വഭാവമുള്ളവർ അത്രേ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവരോ അവനുള്ളവനല്ല. അതായത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടി വന്നാലോ ആത്മാവ് നിമിത്തം ജീവനാവുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ശരിക്കും ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലുള്ളിൽ യഥാർത്ഥമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം ആ ആത്മാവ് നമ്മളോട് സംസാരിക്കാനുണ്ടോ, ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു കാര്യം. നമ്മളിതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഇത് കേട്ട് നമ്മൾ തഴമ്പിച്ച് ഇതിങ്ങനെ പോകുന്നവരാണോ, അതോ ശരിയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നമ്മളോട് ഹൃദയങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മളിവിടെ വചനം കേൾക്കുന്നുണ്ട്, നമ്മളത് ഇവിടെ വരുന്നു, ഏറ്റു പറയുന്നു. പക്ഷേ ഏറ്റു പറയുന്നു എന്ന് പറയുമ്പോഴും അത് ആ യഥാർത്ഥമായിട്ടും ആത്മാവിൽ തന്നെയാണോ നമ്മൾ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്, അതോ നമ്മുടെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് കുഴപ്പമുണ്ട്, എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ സഭയിൽ എണ്ണിച്ച് നിന്ന് നമുക്കൊന്ന് പറയണം, എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടത്തുള്ളൂ. ആ ഒരു സുഖത്തിന് നമ്മളിവിടെ വന്നിട്ട് പറയുന്നു, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് കുറവുകളൊക്കെ ഉണ്ട്, ഞാനത് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പോയിരിക്കുന്നു. പക്ഷേ ഒന്നും നടക്കുന്നൊന്നുമില്ല. പഴയ മനുഷ്യനായിട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ, അതോ യഥാർത്ഥമായിട്ടും ഒരു കരച്ചിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പാപത്തെക്കുറിച്ച് കേൾക്കുമ്പം, പാപം ഇന്ന കാര്യങ്ങളിൽ നിന്നിൽ കുറവുണ്ടെന്ന് കേൾക്കുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സത്യസന്ധതയിൽ ഉള്ള ഒരു കരച്ചിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ തെറ്റിപ്പോയി, കർത്താവേ എന്നിൽ ഇന്ന കാര്യങ്ങൾ കുറവുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണം എന്നുള്ള ഒരു ആത്മഭാരത്തോടു കൂടി എത്ര പേർക്ക് നമുക്കിത് സത്യസന്ധമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ. നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് എത്ര പേർക്ക് താഴ്ത്തിക്കൊണ്ട് യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയുന്നുണ്ടെന്നുള്ളൊരു കാര്യം എന്നെ ഓർപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യർ 5:18 മുതലുള്ളത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല,
ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. മതി. ഇപ്പം നേരത്തെ നമ്മൾ കേട്ടു ആത്മാവിൻ്റെ ഫലമോ. ശരിക്കും നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ഇടപെടുമ്പോൾ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു പോലെ തന്നെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. ഞാൻ ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ദൈവത്തിന് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഫലമായി തീരുന്നുണ്ടോ എന്നുള്ളത്. കാരണം ആത്മാവിൻ്റെ ഫലം, ഈ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലായി തീരുന്നുണ്ടോ, അതോ ഇതെല്ലാം ഈ കിണ്ടികണ്ണങ്ങളുടെ അത് പറഞ്ഞ പോലെ മണ്ടയ്ക്ക് കൂടെ ഒഴിച്ചിട്ട് ഒഴുകി പോകുന്നൊരവസ്ഥയാണോ, അതോ ഇതെല്ലാം നമ്മുടെ റിയലായിട്ട് നമ്മുടെ ലൈഫിനകത്ത് ആയി തീരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. അത് യഥാർത്ഥമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടോ, പൂർണ്ണമായിട്ടും അത് നമ്മൾ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ. നമുക്ക് ഒരു കാര്യം ഞാൻ നേരത്തെ പോലെ ചോദിച്ച പോലെ തന്നെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ സത്യസന്ധതയോടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ, അതോ നമ്മൾ വ്യാജമായിട്ട് പെട്ടെന്ന് നമ്മൾ പറയാനാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. അപ്പം ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ പ്രത്യേകമായി ആ ഒരു കാര്യമേ നമ്മുടെ ജഡത്തിന് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം, ആ വ്യാജം മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരത്തുള്ളൂ. കാരണം അവിടെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല, അതൊന്നും ഫലമായി തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവിടെ വ്യാജം പറഞ്ഞ് നിൽക്കാനുള്ള ഒരു കാര്യം. നമ്മളെന്തിനാണ് ഈ കൂട്ടായ്മ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും ഇതിൻ്റെ എല്ലാം ഒരു അന്തസത്ത എന്ന് പറയുന്ന ഓരോ ദിവസവും കഴിയുന്തോറും നമ്മൾ പറയുന്ന പോലെ തന്നെ തേജസ് പ്രാപിച്ചവരായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും കഴിവുകൾ പ്രാപിച്ചവരായി. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ കൂടി വരികയും ഒരുമിച്ചായിരിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും കൂടി വരുവാൻ വേണ്ടി ഉത്സാഹിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഓരോ ദിവസം കഴിയുന്തോറും ആ കഴിവുകൾ പ്രാപിച്ച് ഇതിൽ നിന്നെല്ലാം ഓരോ ദിവസവും പടിപടിയായിട്ട് നമ്മൾ പറയുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ കയറി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ഇതെല്ലാം ഫലമായി തീരണം. ഇത് ഫലമായി തീർന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം ഒരു അവസാന നിമിഷം വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരീശന്മാരുടെ അവസ്ഥയിലേക്ക് നമ്മളായി പോകാനുള്ള സകല സാധ്യതയും മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം ഇവയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണമില്ല. അതിനകത്ത് ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളിത് പറയുകയും ചെയ്യും, നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക തന്നെ ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മളല്ലാണ്ട് നമ്മളിത് പറയുകയും നമ്മളിത് നടക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. പുറമേ നമുക്ക് പലപ്പോഴും ഒരു വ്യാജത്തിൻ്റെ ഇതെല്ലാം നമുക്ക് കാണിക്കാൻ കഴിയും. ഒരു വ്യാജം നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ പുറത്ത് നമ്മുടെ ജഡത്തിൽ നമുക്കൊരു വ്യാജമായിട്ട് നമുക്കെല്ലാം അഭിനയിക്കാൻ കഴിയും. കാരണം അതൊരു അഭിനയിക്കാനുള്ളൊരു കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്, എനിക്കടക്കം. നമുക്കെല്ലാം മറ്റുള്ള മുമ്പിൽ ഞാൻ ഓക്കെ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനകത്ത് ഒരു ചിരിയിൽ, അല്ലെങ്കിൽ ഒരു കൈ കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞ് നിൽക്കാനുള്ള ഒരു ത്വര നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് സ്തോത്രം പറയുമ്പോൾ അത് ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണോ നമ്മൾ ആ ഒരു സ്തോത്രം പറഞ്ഞ് സൗര എന്തുകൊണ്ട്, അല്ലെങ്കിൽ സ്തോത്രം പ്രൈസ് ലോൺ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും തട്ടിയിട്ട് തന്നെ ആണോ നമ്മൾ പറയുന്നത്, അതോ ഫോർമാലിറ്റിക്ക് പ്രൈസ് ലോൺ എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം അത് യഥാർത്ഥമായി തീരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഫലമായി തീരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമായിരുന്നു കർത്താവിനോട് ഓർപ്പിച്ചത്. കാരണം കഴിഞ്ഞ നാടുകളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് നിരന്തരം പരിശുദ്ധാത്മാവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും ഓരോരോ കാര്യം. കഴിഞ്ഞ ആഴ്ചയാണ് ഓരോ ദിവസങ്ങളിലും നമ്മളോട് വളരെ ശക്തമായിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ
അവിടെ ഒരു കഴുകൽ നടക്കുന്നില്ലെങ്കിൽ, അവിടെ ഒരു വ്യാജത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ആണ് അവസ്ഥ. കാരണം ഈ പുറമേ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് വൃത്തിയാക്കിയില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും എന്നെ ഓർപ്പിച്ച് അതിൻ്റെ 6:4 ഇങ്ങനെ പറയുന്നു, ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ അടക്കി വയ്ക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് ഞാനിതെല്ലാം ഓരോന്നും എൻ്റെ ഹൃദയത്തോട് വളരെ വളരെ ഇടപെട്ട കാര്യങ്ങളായിരുന്നു. അതിൻ്റെ 8 എഴുതിയിരിക്കുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും നമ്മളിത് വിതയ്ക്കുന്നത്. അതായത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുന്നു, നമ്മളിത് സംഗ്രഹിക്കുന്നു, നമ്മളത് ശരിക്കും ആത്മാവിൽ വിതയ്ക്കുന്നവൻ, അത് ആത്മാവിൽ വിതയ്ക്കുക. കാരണം നമ്മുടെ ഹൃദയത്തിന് അത് ആത്മഭാരത്തോട് ഇത് ഏറ്റെടുക്കുകയും ഒരു കഴുകൽ പ്രാപിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് മാത്രമേ അത് ആത്മാവിൽ നിത്യജീവനെ കൊയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഈ പറയുന്ന ഒരു കാര്യത്തിലൂടെ, അതായത് ഇത് കേട്ട് നമ്മൾ വചനങ്ങൾ ധാരാളമായിട്ട് നമുക്കറിയാൻ കഴിയുമായിരിക്കും, വചനം എവിടെ എഴുതിയിരിക്കുന്നത്, അത് എങ്ങനെയാണ്, ഏതാണ്, നമുക്ക് നല്ല വാചാധൈര്യത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും, മറ്റുള്ളവരെ അത് ധരിപ്പിക്കാൻ കഴിയും, എല്ലാം നമുക്ക് കഴിയും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം, അവിടെ ഈ ഒരു ചത്ത അവസ്ഥയും എല്ല് കഷ്ണങ്ങളും അല്ലെങ്കിൽ ഒരു ശവക്കല്ലറുടെ അവസ്ഥ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ ഇതെല്ലാം വെറും വേസ്റ്റായി തീരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എഫേസ്യർ 6:12 ഒന്ന് വായിക്കാം. എഫേസ്യർ 6:12. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിപ്പിച്ചിട്ട് ഉറപ്പിച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുകയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. മതി. ഇതും എന്നെ നമ്മളിതെല്ലാം വളരെയധികം കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ മുകളിൽ പരന്തിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവീൻ, കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടനാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അതെ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവീൻ. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ വളരെ വീണ്ടും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കാരണം നമ്മളിത് വളരെയധികം ധാരാളമായിട്ട് എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം നമ്മളോട് കേട്ടതാണ്. പക്ഷേ ഇതെല്ലാം ഇത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാനുള്ള കാര്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തം കൊണ്ടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. നമ്മൾ എത്രമാത്രം ഈ ഒരു കാര്യത്തിനകത്ത് എപ്പോഴും ജാഗരൂകരായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം എന്നെ വളരെയധികം വീണ്ടും എന്നെ ഒന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യാക്കോബ് അതിൻ്റെ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ 1:19 വാക്യങ്ങൾ. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളത് ഉൾനട്ടുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കുവീൻ. ഒരുത്തനും വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായി ഇരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഓർപ്പിച്ച ഒരു കാര്യമായിരുന്നു. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. അതിനുശേഷം എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പീൻ. അതാണ് ദൈവത്തിൻ്റെ വചനം എന്നോട് വിട്ട ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോഴും അത് ചെയ്യുവാൻ, അത് പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ ഓരോരുത്തരും വചനം കേൾക്കുന്നതിൽ എങ്കിലും അത്
ചെയ്യാത്തവനായിരുന്നാൽ അവൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന പോലെ ആളോട് ഒക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ ഇതായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്കൊരു മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു കഴുകലിൻ്റെ ആവശ്യമുണ്ട്. സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇത് കേൾക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ അത് ഫലമായി തീരുന്നുണ്ടോ, അതോ ഒരു പരീശന്മാരുടെ അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്? കാരണം പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇതിനെക്കുറിച്ചെല്ലാം നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട്, അവർക്കെല്ലാ വചനങ്ങളും അറിയാം, അവരിതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നവരാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥയെ പറ്റിയാണ് ആ കാര്യങ്ങളിൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. നമ്മളും ഇന്ന് നമ്മളെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം ആണ് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ റോമർ ഒരു അവസാനമായിട്ട് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് റോമർ 16:20 വാക്യം. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതിച്ചു കളയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഞാനിതും എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്യം തന്നെയായിരുന്നു. കാരണം സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കൽ ചതിച്ചു കളയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഞാൻ പൂർണ്ണമായിട്ടും എന്നെ തന്നെ താഴ്ത്തുകയും ചെയ്യുന്നു. കാരണം കർത്താവ് നമുക്ക് ഈ കാര്യങ്ങളുടെ മേലെല്ലാം ജയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ളൊരു കാര്യം. കാരണം ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ച് കളയും. അപ്പോൾ ഞാനത് പൂർണ്ണമായിട്ടും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും ഈ തരുണത്തിൽ നിങ്ങളും പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോഴും നമ്മളൊരു പരീക്ഷാ മനോഭാവത്തിൽ, കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ധാരാളം വചനം കേട്ടതിന് ശേഷവും നമ്മുടെ ഹൃദയത്തിനകത്ത് യഥാർത്ഥമായിട്ടൊരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നടക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പുറമേ അഭിനയിക്കാനും പുറമേ നമുക്ക് വളരെ ഒരു വ്യാജത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ഇരിക്കാൻ കഴിയും. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഫലമുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ആ സ്നേഹമാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് കർത്താവ് നമ്മളെ സ്നേഹിച്ച പോലെ കരുണ കാണിക്കാനാണ് എല്ലാം കർത്താവിൽ എന്ന പോലെ നമുക്ക് ചെയ്യുവാൻ കഴിയുവാൻ തക്കോണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.